മജ്ക്ഷിമ നികായ 17 വനപത്ത സുത്ത. വനപത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബിഡമായിട്ടുള്ള വനം, വനത്തിൻ്റെ ഉൾവശം എന്നെല്ലാമാണ് അർത്ഥം. ഈ സൂത്രത്തിൽ ഭഗവാൻ ബുദ്ധൻ ഒരു ഭിക്ഷു അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എവിടെ ജീവിക്കണം, എവിടെ ജീവിക്കരുത്, ഏതാണ് അനുകൂലമായിട്ടുള്ള അവസ്ഥ, ഏതാണ് അനുകൂലമല്ലാത്ത അവസ്ഥ എന്നെല്ലാം വിവരിക്കുന്നുണ്ട്. ഇന്നും ഒരുപാട് പേർ ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഈ സൂത്രം വളരെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം ഷെയർ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധൻ്റെ ഏതെങ്കിലും ധ്യാനവിധി പരിശീലിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ സൂത്രങ്ങളെല്ലാം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് വാക്കുകളുണ്ട്, അതിൻ്റെ അർത്ഥം ശരിയായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സൂത്രം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാകുകയുള്ളൂ. വിപശ്യന ധ്യാനം അങ്ങനെ ഒരു ധ്യാനമാണ്. വേണ്ടവർക്ക് അതിൽ പോയിട്ട് ചേരാവുന്നതാണ്. അല്ലെങ്കിൽ ധ്യാനം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വന്ദേ വിമലാരംസിയുടെ സമതാ വിപശ്യന ധ്യാനം അല്ലെങ്കിൽ ട്വിം മെഡിറ്റേഷൻ ഇന്ന് ഉണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: വനപത്ത പര്യായം വോ ഭിക്ഷവേ ദേശസാമി. ഭിക്ഷുക്കളെ, ഒരു നിബിഡ വനത്തെ പറ്റിയുള്ള ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാം. തം സുനാഥ സാധുകം മനസീകരോത് ഭാസിസാമീതി. ഇതിനെ ശ്രദ്ധാപൂർവം കേൾക്കുക. ശരി ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഈ ഒരു ഉദാഹരണം എടുക്കുക. ഒരു ഭിക്ഷു ഒരു നിബിഡ വനത്തിൻ്റെ അരികത്ത് താമസിക്കുകയാണ്. തസ് തം വനപത്തം ഉപനിസ്സായ വിഹരതോ അനുപസ്ഥിത ചേവ സതി ന ഉപഠതി. അവിടെ താമസിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല. ഇവിടെ സതി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ജാഗ്രത എന്നാണ്. സതിപഠാന സൂത്രത്തിൽ സതിയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ് പറയുന്നത്: കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. അതായത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ വെച്ച് നമ്മൾ ശരീരത്തെ അറിയുന്നു, ശരീരത്തിലുള്ള സംവേദനകളെ അറിയുന്നു, മനസ്സിനെ അറിയുന്നു, മനസ്സിലുള്ള ധർമ്മങ്ങളെ അറിയുന്നു. അസമാഹിതഞ്ച ചിത്തം ന സമാധീയതി. അവൻ്റെ ചിത്തം സമാധിയിൽ പ്രതിഷ്ഠിതമാകുന്നില്ല, അല്ലെങ്കിൽ ധ്യാനത്തിൽ പ്രതിഷ്ഠിതമാകുന്നില്ല. അപരിക്ഷീണാച്ച ആസവ ന പരിഖായം ഗച്ഛന്തി. അവൻ്റെ ആസവങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ അത് കുറയുന്നില്ല. അനുത്തരം യോഗക്ഷേമം നാണുപാപുണാതി. അതുകൂടാതെ അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഇവിടെ അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള യോഗക്ഷേമം. അതായത് ഒരു ഭിക്ഷു തൻ്റെ ധ്യാനത്തിലൂടെ എന്തെല്ലാം നേടാൻ ആഗ്രഹിക്കുന്നോ അതിനെയാണ് ഇവിടെ അനുത്തര യോഗക്ഷേമം എന്ന് പറയുന്നത്. അതായത് മുക്തി എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത്, നിർവ്വാണം എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷുവിന് ആവശ്യകമായിട്ടുള്ള വസ്തുക്കൾ, വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്നിവ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കിട്ടുന്നത്. കിട്ടാൻ അത്ര എളുപ്പമല്ല. ചീവര പിണ്ഡപാത സേനാസന ഗിലാന പച്ചയ ബേസജ്ജ പരിക്കാര. ഇതൊക്കെയാണ് ഒരു ഭിക്ഷുവിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: ഈ വനത്തിന് സമീപം താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, എൻ്റെ മനസ്സ് സമാധിസ്ഥമാകുന്നില്ല, എൻ്റെ ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, എനിക്ക് അനുത്തര യോഗക്ഷേമം ലഭിക്കുന്നില്ല. അതുകൂടാതെ ഒരു ഭിക്ഷുവിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, രോഗിക്കാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അത് വളരെ
ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ കിട്ടുന്നത്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭിക്ഷു ആ ദിവസം അല്ലെങ്കിൽ ആ രാത്രി തന്നെ ആ വനം ഉപേക്ഷിച്ച് പോകണം. അവർ അവിടെ താമസിക്കരുത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ഭിക്ഷു ഒരു വനത്തിന് അരികിൽ താമസിക്കുകയാണ്. അവിടെ താമസിക്കുന്ന സമയത്ത് അവൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി ലഭിക്കുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമങ്ങൾ ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ഭിക്ഷുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഭക്ഷണം, വസ്ത്രം, താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അത് വളരെ എളുപ്പത്തിൽ അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: ഈ വനത്തിന് അരികിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി സ്ഥിരമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ഭിക്ഷുവിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഇവിടെ ലഭിക്കുന്നു. എന്നാൽ ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത് ഈ വസ്ത്രങ്ങൾക്ക് വേണ്ടിയോ, ഭിക്ഷാന്നത്തിന് വേണ്ടിയോ, താമസിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയോ, മരുന്നിന് വേണ്ടിയോ, അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയോ അല്ല. മാത്രമല്ല, ഈ വനത്തിന് സമീപം താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം എനിക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഭിക്ഷു ആ വനത്തിൻ്റെ അരികിലുള്ള വാസം മതിയാക്കി അവിടെ നിന്ന് പോകണം, അവിടെ താമസിക്കരുത്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുക. ഒരു ഭിക്ഷു ഒരു വനത്തിൻ്റെ സമീപം താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച് സാധന ചെയ്യുന്ന സമയത്ത് അവൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി ലഭിക്കുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു. അതുകൂടാതെ അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ആ സാധകന് ലഭിക്കുന്നു. എന്നാൽ ഒരു ഭിക്ഷുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഭിക്ഷാന്നം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ കിട്ടുന്നത്. എന്നാൽ ഈ വനത്തിന് അരികിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം എനിക്ക് ലഭിക്കുന്നു. എന്നാൽ ഒരു ഭിക്ഷുവിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായത് വസ്ത്രത്തിനോ, ഭിക്ഷാന്നത്തിനോ, താമസസ്ഥലത്തിനോ, മരുന്നിനോ, അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾക്കോ വേണ്ടിയല്ല. മാത്രമല്ല, ഈ വനത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, എൻ്റെ ആസവങ്ങൾ ക്ഷയിക്കുന്നു, എനിക്ക് അനുത്തരമായിട്ടുള്ള യോഗക്ഷേമങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഭിക്ഷു ആ വനപ്രദേശത്ത് തന്നെ താമസിക്കണം. അവർ അവിടെ നിന്നും പോകരുത്. ഇവിടെ പറയുന്നത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ, വസ്ത്രമോ, താമസ സ്ഥലമോ, മരുന്നോ അല്ല പ്രധാനം. നമ്മളുടെ മനസ്സ് സാധനയിൽ ലീനമാകുകയാണെങ്കിൽ, സതി സമാധി എല്ലാം ലഭിക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര പ്രയാസപ്പെട്ടും ഒരു സ്ഥലത്ത് നിൽക്കണം. ഭക്ഷണത്തെക്കാളും, വസ്ത്രത്തെക്കാളും, താമസ സ്ഥലത്തേക്കാളും, മരുന്നിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ സാധന. ഇനി മറ്റൊരു ഭിക്ഷുവിൻ്റെ ഉദാഹരണം എടുക്കാം. ആ ഭിക്ഷു ഒരു വനപ്രദേശത്തിൻ്റെ അരികിൽ താമസിക്കുകയാണ്. അവിടെ താമസിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ആ ഭിക്ഷുവിന് വന്നു ചേരുന്നു. അതുകൂടാതെ ഒരു ഭിക്ഷുവിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭിക്ഷാന്നം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ എല്ലാം വളരെ എളുപ്പത്തിൽ അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: ഈ വനപ്രദേശത്തിന് അരികിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമങ്ങൾ എനിക്ക് ലഭിക്കുന്നു. അതുകൂടാതെ ഒരു ഭിക്ഷുജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ഭക്ഷണം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എല്ലാം വളരെ എളുപ്പത്തിൽ എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു ആ വനപ്രദേശത്ത് അവൻ്റെ ശിഷ്ടകാലം മുഴുവൻ അവിടെ തന്നെ താമസിക്കണം. അവർ ഒരിക്കലും അവിടെ നിന്ന് പോകരുത്. ഇനി ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു ഒരു ഗ്രാമത്തിൽ, നഗരത്തിൽ താമസിക്കുകയാണെങ്കിൽ എന്താണ്?
സംഭവിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ഭിക്ഷു ഗ്രാമത്തിൻ്റെ സഹായത്താൽ ജീവിക്കുകയാണ്. ഒരു ഭിക്ഷു ഒരു പട്ടണത്തിൻ്റെ സഹായത്തോടുകൂടി ജീവിക്കുകയാണ്. ഒരു ഭിക്ഷു ഒരു ജില്ലയുടെ സഹായത്താൽ ജീവിക്കുകയാണ്. ഒരു ഭിക്ഷു രാജ്യത്തിൻ്റെ സഹായത്താൽ ജീവിക്കുകയാണ്. ഒരു ഭിക്ഷു ഒരു വ്യക്തിയുടെ സഹായത്താൽ ജീവിക്കുകയാണ്. അതായത് ഒരു ഗ്രാമം, ജില്ല, നഗരം, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഭിക്ഷുവിന് വേണ്ട താമസ സ്ഥലം, ഭക്ഷണം, വസ്ത്രം, മരുന്ന് ഇവയെല്ലാം കൊടുത്ത് അവരുടെ സാധനയ്ക്ക് സഹായിക്കുകയാണ്. അത് വളരെ പുണ്യകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ സഹായത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് അവരുടെ സതി അല്ലെങ്കിൽ ജാഗ്രത പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം അവർക്ക് സംഭവിക്കുന്നില്ല. മാത്രമല്ല ഒരു ഭിക്ഷുവിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭിക്ഷാന്നം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്നിവ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ലഭിക്കുന്നത്. അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം എനിക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നിവ കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭിക്ഷു ദിവസമായാലും രാത്രിയായാലും ഉടൻ തന്നെ ആ സ്ഥലത്തിൽ നിന്ന് ആ വ്യക്തിയോട് യാത്ര പറയാതെ അവിടെ നിന്ന് പോകണം. പിന്നീട് ആ വ്യക്തിയുടെ അടുത്ത് ഒരിക്കലും പോകരുത്. അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ, ജില്ലയുടെ, പട്ടണത്തിൻ്റെ, രാജ്യത്തിൻ്റെ അവിടെ നിന്ന് ഉടനെ പോകണം. ഒരിക്കലും അവിടെ താമസിക്കരുത്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. ഒരു ഭിക്ഷു ഒരു വ്യക്തിയുടെ സഹായത്താൽ ജീവിക്കുകയാണ്. അങ്ങനെ സാധന ചെയ്യുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ആ ഭിക്ഷുവിന് ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അവിടെ ലഭിക്കുന്നു. ഭിക്ഷാന്നം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നിവ വളരെ എളുപ്പത്തിൽ അവിടെ ലഭിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: ഇവിടെ താമസിക്കുന്ന സമയത്ത്, സാധന ചെയ്യുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നില്ല, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവം ക്ഷയിക്കുന്നില്ല, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത് ഭിക്ഷാന്നത്തിനോ, വസ്ത്രത്തിനോ, താമസസ്ഥലത്തിനോ, മരുന്നിനോ, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾക്കോ വേണ്ടി അല്ല. മാത്രമല്ല ഇവിടെ താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി, സമാധി പ്രതിഷ്ഠിതമാകുന്നില്ല, ആസവങ്ങൾ ക്ഷയിക്കുന്നില്ല. അതുകൊണ്ട് ആ ഭിക്ഷു അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് യാത്ര പറയാതെ തന്നെ അവിടെ നിന്ന് പോകണം. പിന്നെ ആ വ്യക്തിയെ പിന്തുടരരുത്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. ഒരു ഭിക്ഷു ഒരു വ്യക്തിയുടെ ആശ്രയത്താൽ ജീവിക്കുകയാണ്. അങ്ങനെ സാധന ചെയ്യുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവം ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം സംഭവിക്കുന്നു. എന്നാൽ ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഭിക്ഷാന്നം, വസ്ത്രം, താമസസ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്നിവ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ കിട്ടുന്നത്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, അതേപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എന്നിവ ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് ഞാൻ ഭിക്ഷുവായത് ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ടോ, വസ്ത്രത്തിന് വേണ്ടിയിട്ടോ, താമസ സ്ഥലത്തിന് വേണ്ടിയിട്ടോ, മരുന്നിന് വേണ്ടിയിട്ടോ അല്ല. കൂടാതെ ഇവിടെ താമസിക്കുന്ന സമയത്ത് എൻ്റെ സതി, സമാധി പ്രതിഷ്ഠിതമാവുന്നു, എൻ്റെ ആസവങ്ങൾ ക്ഷയിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഭിക്ഷു അവിടെ താമസിക്കണം, ആ വ്യക്തിയെ പിന്തുടരണം.
അവിടെ നിന്ന് പോകാൻ ശ്രമിക്കരുത്. ഇനി മറ്റൊരു ഭിക്ഷുവിൻ്റെ ഉദാഹരണം എടുക്കാം. ഒരു വ്യക്തിയുടെ സഹായത്താൽ ആ ഭിക്ഷു ജീവിക്കുകയാണ്. സാധന ചെയ്യുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ഉണ്ടാകുന്നു. അതുകൂടാതെ ഒരു ഭിക്ഷു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്നിവ എല്ലാം വളരെ എളുപ്പത്തിൽ അവിടെ ലഭിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കണം: ഈ വ്യക്തിയുടെ ആശ്രയത്തിൽ കഴിയുന്ന സമയത്ത് എൻ്റെ സതി പ്രതിഷ്ഠിതമാകുന്നു, സമാധി പ്രതിഷ്ഠിതമാകുന്നു, ആസവങ്ങൾ ക്ഷയിക്കുന്നു, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമം ഉണ്ടാകുന്നു. അതുകൂടാതെ ഒരു ഭിക്ഷുവിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്നിവ വളരെ എളുപ്പത്തിൽ ഇവിടെ ലഭിക്കുന്നു. ആ ഭിക്ഷു ആ വ്യക്തിയെ തൻ്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരണം. ആ വ്യക്തി ഭിക്ഷുവിനെ പറഞ്ഞയച്ചാൽ പോലും ഭിക്ഷു അവിടെ നിന്ന് പോകരുത്. തൻ്റെ ശിഷ്ടജീവിതം ആ വ്യക്തിയുടെ കൂടെ തന്നെ ആ ഭിക്ഷു കഴിക്കണം. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ വളരെ തൃപ്തരായി ഭഗവാന്റെ ഉപദേശത്തെ അനുമോദിച്ചു. നമ്മൾ എവിടെ താമസിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് സാധനയിൽ രമിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഉത്തമമാണ്. അവിടെ ഭക്ഷണത്തിനും മരുന്നിനും എല്ലാം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി അത് നല്ല സ്ഥലമാണ്. നമ്മൾ അവിടെ തന്നെ താമസിക്കണം. ഇനി നമ്മുടെ സാധനയും നല്ലതുപോലെ നീങ്ങുന്നു, അതേപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ആവശ്യത്തിന് ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്ഥലത്ത് കൂടുതൽ സമയം താമസിക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ സ്ഥലത്ത് താമസിക്കാം. വനവത്ത് സുത്തം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ള സാധകരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായ ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.